ഹായ് അസ്സലാമലൈക്കും. നമുക്ക് ഇന്നൊരു ഷോൾഡർ ഇലാസ്റ്റിക് ഗൗൺ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ മുകളിൽ ഒരു യോക്ക് പാട്ടും താഴോട്ട് 3 പീസ് ഇങ്ങനെ ലെയർ ആയിട്ട് വരുന്ന ഗൗൺ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 7 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്, അത് അടയാളപ്പെടുത്താം. ആമോളും 7 ഇഞ്ചാണ് വേണ്ടത്. എന്നിട്ട് ഒരു ബോക്സ് ആക്കി എടുക്കാം. ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനെ നമുക്ക് അങ്ങനത്തെ മോഡലാണ് നമ്മൾ അടിക്കുന്നത് കൊണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് 10.5 ഇഞ്ച്, അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസും. നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് 15 ഇഞ്ചാണ്, 1 ഇഞ്ച് എക്സ്ട്രാ, അങ്ങനെ 16 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇനി നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്താം. വേസ്റ്റ് 9.5 ഇഞ്ചാണ് വേണ്ടത്, അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. നമുക്ക് ഇനി താഴെ 1 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തിയെടുക്കാം. എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി നെക്കാണ് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത്. നെക്ക് 4 ഇഞ്ച് വിടുത്താണ് വേണ്ടത്, അത് അടയാളപ്പെടുത്താം. നമുക്ക് ലെങ്ത്തും 4 ഇഞ്ചാണ് വേണ്ടത്. ഇനി അതൊരു ബോക്സ് പോലെ വരച്ചെടുക്കുക. ഇനി ഈ ബോക്സിൻ്റെ ഈ കോർണറിൽ നിന്നോ നമുക്ക് സീം അലവൻസ് അടയാളപ്പെടുത്തി ആ കോർണറിലേക്ക് ഒരു ക്രോസ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക. അടയാളപ്പെടുത്തി കഴിഞ്ഞ് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ്. ആ മുകളിലെ ഭാഗം പീസ് വേണ്ട, നമുക്ക് ഈ ലൈൻ അടയാളപ്പെടുത്തി കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. നമുക്ക് 4 ആക്കി ക്ലോത്ത് മടക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലൊരു വര കൊടുക്കുക. നമ്മൾ 12.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ വീതി അടയാളപ്പെടുത്തുന്നത്. ലെങ്ത്ത് 14 ഇഞ്ചാണ് വേണ്ടത്. നമ്മൾ ഷോൾഡർ ഇലാസ്റ്റിക് കൊടുക്കുന്നത് കൊണ്ട് ഹാഫ് സ്ലീവ് ആണ് വെക്കുന്നത്, അപ്പോൾ 14 ഇഞ്ച് കൊടുക്കണം, എന്നാലേ നമുക്ക് ഹാഫ് സ്ലീവ് ആയിട്ട് നിൽക്കുള്ളൂ. ഇനി നമുക്ക് 4 ഇഞ്ചാണ് നമ്മൾ നെക്കിൽ വിടുത്ത് അടയാളപ്പെടുത്തിയത്, അതിലേക്ക് ഒരു 4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 8 ഇഞ്ച്, പിന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂട്ടുക. അപ്പം 10 ഇഞ്ച് നമ്മൾ അവിടെ മോൾ ഭാഗം അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയത് മോൾ ഭാഗമാക്കി ഇങ്ങനെ വെച്ചുകൊടുക്കുക. ആ 4 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ 12.5 ഇഞ്ചാണ് നമ്മൾ ക്ലോത്ത് എടുത്തത്, ആ ക്ലോത്തിൻ്റെ ലാസ്റ്റത്തേക്ക് അങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. നമുക്ക് താഴെ 10 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന് വെക്കുന്നത്, അപ്പോൾ അവിടെ 10 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ക്രോസ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. നമുക്ക് താഴെയും മുകൾ ഭാഗവും പിന്നെ ഇലാസ്റ്റിക് ആണ് വെക്കുന്നത്, പിന്നെ അതാണ് നമ്മളെ ഫ്രണ്ട് നെക്ക് വരുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്കിൻ്റെ താഴോട്ട് 3 ലെയറായിട്ട് ഫ്രില്ലിട്ട് ചെയ്യാം. ക്ലോത്ത് 4 ആയി മടക്കി വെക്കാം. ഫസ്റ്റ് ലെയർ നമ്മൾ വേസ്റ്റ് 11 ഇഞ്ചാണ്, അതിനോട് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് 13 ഇഞ്ച് കൂട്ടി 24 ഇഞ്ചിൽ കട്ട് ചെയ്യാം. സെക്കൻഡ് ലെയർ 24നോട് 13 കൂട്ടി 37 ഇഞ്ചിലും കട്ട് ചെയ്യാം. തേർഡ് ലെയർ 37നോട് 13 കൂട്ടി 50 ഇഞ്ചിലും കട്ട് ചെയ്യാം. ഇനി നമുക്ക് യോക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസ് 1/4 ഇഞ്ച് ഫസ്റ്റ് മടക്കി പിന്നെ ഒരു 1/4 ഇഞ്ചിലോട് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ ബേക്ക് പാർട്ടും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗവും മുകൾ ഭാഗവും ഇലാസ്റ്റിക് ആണ് വെക്കേണ്ടത്, അതുകൊണ്ട് അത് 1/4 ഇഞ്ച് ആദ്യം മടക്കി പിന്നെ ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് ഒരു ഇലാസ്റ്റിക് കയറാനുള്ള 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്, അത് കയറാനുള്ള ഒരു ഭാഗത്തിൽ താഴെ മേലെ അടിച്ചെടുക്കുക. നമ്മൾ ഇലാസ്റ്റിക് നമുക്ക് ഷോൾഡറിന് വേണ്ടി 8 ഇഞ്ചിലാണ്, 4 ഇഞ്ചാണ് നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി, അതിന് ഇരട്ടി 8 ഇഞ്ച് അതിൽ നമുക്ക് കട്ട് ചെയ്യാം. സ്ലീവിലേക്ക് നമ്മൾ താഴെ കൊടുക്കാൻ വിചാരിച്ച് 13 ഇഞ്ചിലാണ് നമുക്ക് വേണ്ടത്, അതും അടയാളപ്പെടുത്താം.
13 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളെ ഇലാസ്റ്റിക് ജോയിൻ ചെയ്ത് നമ്മൾ ഫ്രണ്ട് നെക്ക് അടിച്ചെടുത്ത് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയും ചെയ്ത്. ഇപ്പൊ യോക്കിന് പാട്ടിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് താഴോട്ട് ഫ്രില്ലിട്ട് എടുക്കാനാണുള്ളത്. നമ്മൾ 3 പീസാക്കി കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ 3 ഇതും കൂടെ ജോയിൻ ചെയ്തെടുത്ത് ഫ്രില്ലിട്ട് ജോയിൻ ചെയ്തെടുത്തതാണിത്. അതുപോലെ നമ്മൾ ബാക്ക് പീസും ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് ബോഡി പാർട്ട്മേലേക്ക് ജോയിൻ ചെയ്യാണ് വേണ്ടിയത്. ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് അതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. അതേപോലെ ബാക്ക് പീസും ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്തെടുക്കുകയും താഴെ മടക്കി എടുക്കുകയും ചെയ്താൽ നമ്മളുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.